ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അന്വേഷണ ഏജൻസിയായ CBIക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇന്നലെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യത്തിനനുസരിച്ച് കേന്ദ്ര ഏജൻസികളായ CBIയും EDയും ആദായ നികുതി വകുപ്പുകാരും പ്രതിപക്ഷ നേതാക്കളെ കേസിൽ കൊടുക്കുന്നുവെന്ന ആരോപണത്തിന് ഊർജം പകരുന്നതാണ് കേജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയ പുതിയ വിധി. BJP സർക്കാർ നിയമിച്ച ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുടെ പരാതിയിലാണ് 2022 ഓഗസ്റ്റിൽ കേജ്രിവാളിനെതിരെ CBI FIR രജിസ്റ്റർ ചെയ്തത്. നയരൂപീകരണ ഘട്ടത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നെന്നും ടെൻഡറിന് ശേഷം ചില മദ്യ ലൈസൻസുകൾക്കായി മനഃപൂർവ്വം പഴുതുകൾ സൃഷ്ടിച്ചെന്നുമായിരുന്നു CBI വാദിച്ചത്. എന്നാൽ എക്സൈസ് നയത്തിൽ വ്യക്തമായ ഗൂഢാലോചനയോ ക്രിമിനൽ ഉദ്ദേശമോ ഉണ്ടായിരുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. പൂർണ്ണമായും അടിസ്ഥാനരഹിതമെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയ ആരോപണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി കേജ്രിവാൾ 4 മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയ 1.5 വർഷത്തിലേറെയാണ് തുറങ്കിലടയ്ക്കപ്പെട്ടത്. ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന കോടതിയുടെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ ഉന്നത ഭരണഘടനാ പദവിയിലുള്ള മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടച്ചതിന് കേന്ദ്ര സർക്കാരും CBIയും ഉത്തരവാദികളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായാണ് AAPയുടെ ഏറ്റവും ഉന്നതരായ 2 നേതാക്കളെ തെളിവുകളൊന്നുമില്ലാതെ CBI അറസ്റ്റ് ചെയ്തത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAPയുടെ പരാജയത്തിനും BJPയുടെ വിജയത്തിനും മദ്യനയ കേസിലെ കേജ്രിവാളിന്റെയും സിസോദിയുടെയും അറസ്റ്റും ജയിൽവാസവും കാരണമായി എന്നതിൽ സംശയമില്ല. അഴിമതിപ്പണമാണ് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP ചെലവഴിച്ചതെന്നും CBI ആരോപിച്ചു. CBIയുടെ ഈ കേസ് വിചാരണ കോടതി ഘട്ടത്തിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക കോടതിയുടെ വിധി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രധാന എതിരാളികളായ ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും അഴിമതിക്കാരനെന്ന് മുദ്രകുത്തുകയായിരുന്നു CBI കേസ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അറസ്റ്റ് ചെയ്തതോടെ വോട്ടർമാർ ന്യായമായും കേജ്രിവാളും കൂട്ടരും അഴിമതിക്കാരാണ് എന്ന് വിശ്വസിച്ചിരിക്കാം. കേജ്രിവാളിനെയും കൂട്ടരെയും പൂർണ്ണമായി കുറ്റവിമുക്തരാക്കുകയും CBIയുടെ കേസിനെ തന്നെ നിശിതമായി വിമർശിക്കുകയും ചെയ്ത ഡൽഹി പ്രത്യേക കോടതിയുടെ വിധി ഇന്ത്യയിൽ പ്രതിപക്ഷത്തിനാകെ പുതിയ ഉണർവും ആവേശവും കരുത്തും പകരും. രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽപ്പെടുത്തുകയാണെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് കേജ്രിവാളിനെയും കുറ്റവിമുക്തരാക്കിയ പ്രത്യേക കോടതിയുടെ വിധി. അഴിമതി കേസുകളിൽപ്പെട്ട ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ പോലുള്ളവർ BJPയിൽ ചേർന്നതോടെ അവർക്കെതിരായ അഴിമതി കേസ് ഇല്ലാതായി. BJPയുടെ വാഷിംഗ് മെഷീനിൽ വെളുപ്പിച്ചെടുത്ത നേതാക്കളുടെ പട്ടിക വലുതാണ്. രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാതാക്കുന്ന നടപടികൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നതിനിടയിലാണ് പുതിയ കോടതി വിധി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അതിമോഹത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഡൽഹി മദ്യനയ കേസിലെ കോടതിയുടെ തീർപ്പ്. പ്രോസിക്യൂഷൻ വാദങ്ങൾക്ക് തെളിവുകളില്ലെന്ന് കണ്ടെത്തിയതിനാൽ അത് സംവിധാനങ്ങളിലുള്ള പൊതുജന വിശ്വാസത്തെ ബാധിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതാണ് ശരി. CBIയുടെ കള്ളക്കളി പൊളിച്ചടുക്കിയ കോടതിക്കൊരു ബിഗ് സല്യൂട്ട്. അധികാരത്തിനു വേണ്ടി ആരും രാജ്യത്തോടും ഭരണഘടനയോടും ഇങ്ങനെ കളിക്കരുതെന്ന കേജ്രിവാളിന്റെ ഇന്നലത്തെ പ്രസ്താവനയ്ക്ക് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. സർക്കാരിലും സർക്കാരിന്റെ ഏജൻസികളിലുമുള്ള ജനവിശ്വാസം തകർന്നാൽ ജനാധിപത്യം തകരും. ഭരണഘടനയും സർക്കാർ സംവിധാനങ്ങളും ജുഡീഷ്യറിയും സംരക്ഷിക്കാൻ ജനം ഉണരേണ്ട സമയമായി.